ഏഴാം ക്ലാസ്സിലെ യൂണിറ്റ് 3 അൺചേഞ്ചിങ് റിലേഷൻസ് അഥവാ മാറാത്ത ബന്ധം എന്ന പാഠത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത്. ആ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ സ്റ്റേറ്റ്മെന്റ് അഥവാ പ്രസ്താവനയെ നമ്മൾ ആൾജിബ്രായിക് എക്സ്പ്രഷൻ അഥവാ ബീജഗണിത വാചകങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ധാരാളം പ്രവർത്തനങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതില് കുറച്ച് പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. മനക്കണക്കായിട്ട് നമുക്ക് ചെയ്യുന്ന തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് നമ്മൾ ഓരോ പൊതുതത്വങ്ങൾ അനുസരിച്ചുകൊണ്ട് ഓരോ ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് അതല്ലെങ്കിൽ ബീജഗണിത വാചകം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പല ബന്ധങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യുന്ന തരത്തിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ ആ ബന്ധങ്ങളൊക്കെ ഓർത്തിരുന്ന് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് കാണാതെ പഠിച്ചു, അതിനകത്തോട്ട് അപ്ലൈ ചെയ്യാനൊക്കെ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് അത് എളുപ്പ രീതിയിൽ ചെയ്യാനുള്ള ഒരു മാർഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതെല്ലാവരും വൃത്തിയായി പഠിക്കുകയും വേണം. നമ്മൾ ആ എളുപ്പ രീതിയിൽ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോബ്ലം പക്ഷെ നമ്മൾ മനക്കണക്കായിട്ട് എടുത്ത് ക്രിയ ചെയ്യാനോ അല്ലെങ്കിൽ കൂട്ടാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. അങ്ങനെയുള്ളത് നമ്മുടെ മനസ്സിൽ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള കുറച്ച് പ്രവർത്തനങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്, ആ തരത്തിലേക്ക് പോവുകയാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഞാനിവിടെ ഒരു ട്രയാങ്കിൾ ദർശിക്കുക. സ്കെലൻസ് ട്രയാങ്കിൾ ആണ്. ഡിഫറെന്റ് സൈഡ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ വരച്ചിരിക്കുക, ഒരു ത്രികോണം വരച്ചിരിക്കുക. 3 വശങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഏകദേശ ചിത്രമാണ്. ഇവിടെ ഒരു സൈഡ് 4 cm, the next side is 3 cm and third side is 2 cm. ആ ത്രികോണത്തിന്റെ ഒരു വശം 4 സെന്റിമീറ്ററും രണ്ടാമത്തെ വശം 3 സെന്റിമീറ്ററും മൂന്നാമത്തെ വശം 2 സെന്റിമീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ത്രികോണത്തിന്റെ ചുറ്റളവ് നമുക്ക് എങ്ങനെ കണ്ടെത്താം? നമ്മൾക്കറിയാം, ചുറ്റളവ് അഥവാ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ സം ഓഫ് ആൾ സൈഡ്സ് എന്ന്, എല്ലാ വശങ്ങളുടെയും ആകെ തുകയാണ് ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചുറ്റളവ് കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കുക. 4 plus and 3 plus 2 that is equal to 9. ഞാൻ അളവ് എഴുതുന്നില്ല, സെന്റിമീറ്റർ എഴുതുന്നില്ല, ഉദാഹരണം ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഉദാഹരണം. അപ്പൊ കൂടുമ്പോൾ എത്ര കിട്ടി? 9 സെന്റിമീറ്റർ. ഈ 9നെ നിങ്ങൾക്ക് ഈ 3 സൈഡ്സ് അല്ലെങ്കിൽ ഈ 3 സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് we can write the different methods. പലതരത്തിൽ നമുക്ക് എഴുതാൻ പറ്റും, പല വഴികളിൽ നമുക്ക് എഴുതാൻ പറ്റും. ഈ 3 സംഖ്യ ഉപയോഗിച്ചുകൊണ്ട് കൂട്ടുമ്പോൾ എനിക്ക് എത്ര വരണം? 9 വരണം. അപ്പൊ ഞാൻ എഴുതാൻ പോവാ. we can write the different types. പലതരത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കുന്നുണ്ട്. വിലക്ക് വ്യത്യാസം വരാതെ എഴുതാൻ സാധിക്കും. ശ്രദ്ധിച്ചിരിക്കും. ഞാൻ എഴുതാൻ പോവാണോ? ഒരു രീതി സ്ഥാപിക്കും. 4 plus 3 അതൊരു ബ്രാക്കറ്റ് ഉണ്ട്. എന്താ 4 plus 3? 7 and 7 plus 2 is equal to 9. വളരെ സിമ്പിൾ ആയിട്ട്. ഇനി ഒരുപാട് മെത്തേഡ് ഉണ്ട്, ഞാൻ അങ്ങനെ കാണിക്കുന്നു മനസ്സിലാക്കാൻ വേണ്ടി. അടുത്ത മെത്തേഡ് ശ്രദ്ധിച്ചേ. അടുത്തൊരു മെത്തേഡ് നോക്കിക്കോടാ. 4 plus അടുത്ത 2 ബ്രാക്കറ്റ് 3 plus 2 അപ്പൊ എത്ര വരും? 3 plus 2 ബ്രാക്കറ്റ് കൊണ്ട് പറ 5. 5 plus 4 is equal to 9. ഇങ്ങനെ പല മെത്തേഡുകളായിട്ട് നമുക്ക് പല രീതികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സംഖ്യകളെ മാറ്റി എഴുതാൻ പറ്റും. അങ്ങ് എങ്ങനെ എഴുതിയാലും എങ്ങനെ കൂട്ടിയാലും നമുക്ക് എത്ര വരുത്തോള? 9 വരികയും സംഖ്യകൾ മാറി തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എഴുതിയാലും 9. ഡിഫറെന്റ് മെത്തേഡ് എഴുതിയിരിക്കുക, ഡിഫറെന്റ് വേസ് എഴുതിയിരിക്കുക.
പല വഴികളിൽ എഴുതിയിരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാൻ പോകുന്നത്. അതിനുവേണ്ടിയാണ് സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് എന്തെഴുതിയത് സാറാ? സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഉദാഹരണങ്ങൾ. അപ്പൊ ഇവിടെ ഞാൻ അതിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് ഒന്ന് എഴുതാൻ പോകും. ഇപ്പൊ ഇവിടെ എടുത്തിരിക്കുന്ന 3 സംഖ്യകൾ 4, 3, 2. അപ്പൊ ആ 3 സംഖ്യകൾ വരുമ്പോൾ നമ്മൾ ഏതൊക്കെ ലെറ്റേഴ്സ്, ഏതൊക്കെ അക്ഷരങ്ങൾ എടുക്കാം? എക്സ്, വൈ, ഇസഡ്. 3 സംഖ്യ. 2 സംഖ്യ തമ്മിലോ അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. എക്സ്, വൈ. ഒരു സംഖ്യ തമ്മിലോ എക്സ്. അതൊക്കെ ഓർക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ 3 സംഖ്യ എഴുതുക. ശ്രദ്ധിക്കണം. എക്സ്, വൈ, ഇസഡ്. അപ്പൊ ഇതിനെ ഞാൻ ആഡ് ചെയ്ത് എഴുതാം, കൂട്ടി എഴുതാൻ പോവാം. ഇതേപോലെ 2 രീതിയിൽ എഴുതാൻ പോ. ശ്രദ്ധിക്കണേ. എഴുതാൻ പോ സാറാ. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. കണ്ടോ? നോക്കിയേ മക്കളെ, നോക്കിയേ. എക്സിന്റെ സ്ഥാനത്ത് ആരെ കൊടുക്കുന്നു? 4 കൊടുക്കുന്നു. വൈയുടെ സ്ഥാനത്ത് ആരെ കൊടുക്കുന്നു? 3 കൊടുക്കുന്നു. ഇസഡിന്റെ സ്ഥാനത്ത് ആരെ കൊടുക്കുന്നു? 2 കൊടുക്കുന്നു. എക്സിന് പകരം 4, വൈക്ക് പകരം 3, ഇസഡിന് പകരം 2. അപ്പൊ അത് വെച്ചുകൊണ്ട് നിങ്ങൾ ബാക്കി എഴുതുക. അപ്പൊ എങ്ങനെ എഴുതാം? 4 + 3 അതൊരു ബ്രാക്കറ്റിൽ 4 ന് പകരം കൊടുക്കാം എക്സ്, 3 ക്ക് പകരം കൊടുക്കാം വൈ. അപ്പൊ എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ അതൊരു ബ്രാക്കറ്റിൽ പ്ലസ് 2 ന് പകരം കൊടുക്കാം ഇസഡ്. ഓക്കേ ആണോ? ഈസ് ഈക്വൽ ടു പറഞ്ഞോളൂ 4 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ എസ് എക്സ് പ്ലസ് അടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ആൻഡ് 3 പ്ലസ് 2 3 ക്ക് പകരം കൊടുക്കാം വൈ എസ് വൈ പ്ലസ് ഇസഡ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ട ആൾജിബ്രായിക് എക്സ്പ്രഷൻസ്. ഏതാണ്? x plus y plus z is equal to x plus y plus z. ആദ്യത്തെ ബ്രാക്കറ്റ് മനസ്സിലായതൊക്കെയാണ്. x ഉം y ബ്രാക്കറ്റ് ആദ്യത്തേത്, രണ്ടാമത്തേത് y ഉം z ഉം ബ്രാക്കറ്റ്. അതാണ് ഇവിടുത്തെ ആൾജിബ്രായിക് എക്സ്പ്രഷൻസ്. ഇത് മനസ്സിലായോ? ഇതാണ് ഒന്നാമത്തെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ. കൂട്ടുന്നത് വെച്ചുകൊണ്ട്, അഡീഷൻ വെച്ചുകൊണ്ടുള്ള ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് സാർ ഇവിടെ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കടക്കും. ഉദാഹരണം നമുക്ക് ചെയ്തു നോക്കാം. ശ്രദ്ധിച്ചേ. 100 പ്ലസ് 25 പ്ലസ് 75. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഈ 3 സംഖ്യ വെച്ചുകൊണ്ട് നമ്മൾ ഇതിലേക്ക് എഴുതണം. അപ്പം എക്സ് കൊടുക്കാം 100 കൊടുക്കാം, വൈക്ക് കൊടുക്കാം 25 കൊടുക്കാം, ഇസഡ് കൊടുക്കാം 75. അപ്പൊ എങ്ങനെ എഴുതാം? ഒരുപാട് മെത്തേഡ് ചെയ്യാം. എങ്ങനെ എഴുതാം? ഒന്ന് പറയേ. 100 പ്ലസ് 25 പ്ലസ് 75 എത്ര വരും? ഒന്ന് പറയേ. 100 25 കൂട്ടുമ്പോൾ 125. 125 എഴുതുന്നത് കൂട്ടുമ്പോൾ എത്ര വരും? 200. ഇനി അടുത്ത രീതി ചെയ്താൽ എന്ത് വരും? 200. അപ്പൊ ഇങ്ങനെ വേണം ഈ തരത്തിലുള്ള പ്രോബ്ലം പ്ലസ് അഡീഷൻ കൂട്ടാമെന്ന കേസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയുള്ള എക്സ്പ്രഷൻസുകൾ പഠിക്കാനുള്ള എളുപ്പമാർഗമാണ് പറഞ്ഞു തരാൻ. ഓക്കെ, നമ്മൾ തിരിച്ചു വരികയാണ്. നമ്മൾ ഒന്നാമത് പഠിച്ച റിലേഷൻസ്, അത് അഡീഷൻ, കൂട്ടുന്ന കാര്യം നമ്മൾ സംഖ്യകൾ വെച്ചുകൊണ്ട് ഉദാഹരണങ്ങൾ ചെയ്തു അതിൽ നിന്നും ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതി കാണിച്ചത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അവിടെ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതി കൂട്ടാം എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതെല്ലാവരും നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 3 റിലേഷൻസ്, ഞാൻ ആ 3 ആൾജിബ്രായിക് എക്സ്പ്രഷൻ അഥവാ 3 ബീജഗണിത വാചകങ്ങൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് സംഖ്യകൾ വെച്ചുകൊണ്ട് ഉദാഹരണങ്ങൾ ചെയ്ത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ ഈ റിലേഷൻസിലേക്ക് കടക്കാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഈ റിലേഷൻസ് ബന്ധം ഓർത്തിരുന്നാൽ മാത്രം മതി. അപ്പൊ അത് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിക്കുകയാണ്. x - y അതൊരു ബ്രാക്കറ്റിൽ ഇട്ടിട്ട്
മൈനസ് ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ, അടുത്ത ബ്രാക്കറ്റിൽ വൈ പ്ലസ് ഇസഡ് ഫോർ ആൾ നമ്പേഴ്സ് എക്സ് കോമ വൈ കോമ ഇസഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സും വൈയും ഏത് സംഖ്യയായാലും നമുക്ക് ഈ ബന്ധം അഥവാ ഈ റിലേഷൻസ് ഇതിനെ നമുക്ക് ചുരുക്കി എന്ന് പറയാം ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് അഥവാ ബീജഗണിത വാചകം സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറയാം. രണ്ടാമത് x plus y അതൊരു ബ്രാക്കറ്റിൽ മൈനസ് z is equal to x plus y minus z. അവിടെ ശ്രദ്ധിക്കുക, for all numbers x, y, z കൂടാതെ y greater than z എന്ന കണ്ടീഷൻ. y വലുതാണ്. ഇനി മൂന്നാമത് നോക്കിയേ, x minus y plus z is equal to x minus y minus z for all numbers x, y, z, y greater than z, y വലുതാണ് z. ഈ മൂന്ന് കാര്യം ആദ്യം പഠിപ്പിച്ച ഒരു ബന്ധം, ഇപ്പൊ പഠിപ്പിച്ച മൂന്ന് ബന്ധം, അങ്ങനെ 4 ബന്ധം നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഉണ്ടാവണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്തതുപോലെ സംഖ്യകൾ വെച്ചുകൊണ്ട് ഉദാഹരണങ്ങൾ ചെയ്താണ് ഈ ബന്ധത്തിലേക്കൊക്കെ പോകുന്നത്. ഞാൻ ഒരു ബന്ധം അങ്ങനെ കാണിച്ചോളൂ, ബാക്കി നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഓക്കെ, ഈ 3 കാര്യങ്ങളും ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും മലയാളം മീഡിയം കുട്ടികളും നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തി വെക്കണം. ഇത്രയും കാര്യങ്ങൾ, അങ്ങനെ 4 ബന്ധമാണ്. ഈ 4 ആൾജിബ്രായിക് എക്സ്പ്രഷൻ അഥവാ ഈ 4 ബീജഗണിത വാചകം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് പെട്ടെന്ന് ചെയ്യാൻ ഉള്ള ഒരു പ്രോബ്ലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മനക്കണക്കായിട്ട് ചെയ്യണം. വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മനക്കണക്കായി ചെയ്യാനുള്ള തരത്തിലേക്കുള്ള ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിലേക്ക് പോവുകയാണ്. ജസ്റ്റ് ഇതെല്ലാം ഓർത്തിരുന്നാൽ മാത്രം മതി. അപ്പൊ ആ പ്രവർത്തനത്തിലേക്ക് പോകാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നോട്ട്ബുക്കിനകത്ത് രേഖപ്പെടുത്തി വെക്കണം. നമ്മള് പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പഠിച്ച ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് അഥവാ ബീജഗണിത വാചകം ഉപയോഗിച്ചുകൊണ്ട് ഇത് നമ്മൾ മനക്കണക്കായിട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഞാനൊരു 3 ക്വസ്റ്റ്യൻ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ആ 3 ക്വസ്റ്റ്യൻ നമ്മളൊന്ന് ചെയ്യുകയാണ്. ബാക്കി 3 ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പേജ് നമ്പർ 40 ആണ്. അതിലെ ബാക്കിയുള്ള 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ തനിയെ ചെയ്യണം. 3 ഞാൻ ഇവിടെ ചെയ്യുന്നു, 3 നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്യണം. ഇതും കൂടെ ചെയ്യണം. 3 ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 49 plus 125 plus 75 ഒന്നുമില്ല. നമുക്ക് ആ ബന്ധങ്ങളോ അല്ലെങ്കിൽ റിലേഷൻസോ ഒന്നും അറിയേണ്ട കാര്യമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അതാണ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. ഓക്കെ, അപ്പൊ 49 അധികം 125 അധികം 75 3 സംഖ്യകൾ തിരിച്ചും പറഞ്ഞ് കൂട്ടണം. നമ്മൾ ആദ്യം ചെയ്തതാ. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നത്, നിങ്ങൾക്ക് മനക്കണക്കായിട്ട് 2 സംഖ്യകൾ കൂട്ടിയാൽ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. മനക്കണക്കായിട്ട് നമുക്ക് പേനായും പേപ്പറും ഇല്ലാതെ നമ്മുടെ മനസ്സിൽ സംഖ്യ കൂട്ടിയാൽ പെട്ടെന്ന് ആൻസർ ഇട്ട് നേരത്തെ സംഖ്യ ഉണ്ടെന്ന് പറയാമോ? സ്വാഭാവികം നമുക്ക് പറയാം. 125ഉം 70 നമുക്ക് മനക്കണക്കായിട്ട് പറയാം. ഏതാണ്? 125 plus 75. അത് ബ്രാക്കറ്റിൽ ഇടാൻ ശ്രദ്ധിക്കുക. 125 plus 75. എനിക്ക് എളുപ്പം കൂട്ടാവുന്ന ആ 2 സംഖ്യകൾ കൂട്ടി ബ്രാക്കറ്റിൽ കിട്ടിയ ഇനി ഒരു സംഖ്യ ഉണ്ട്. ഏതാണ്? 49 plus 49 കിട്ടിയ. അപ്പൊ കൂട്ടി എല്ലാവരും 125 plus 70 125നോട് 75 കൂട്ടി എത്ര വരും? 200. 200ന്റെ കൂടെ 49 കൂട്ടി എത്ര വരും? 249 അല്ലെങ്കിൽ 249. ഇത്തരത്തിലേക്ക് വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ കൂട്ടാൻ പറ്റുന്ന 2 സംഖ്യ ബ്രാക്കറ്റ് ഇട്ട് 3ാമത്തെ സംഖ്യ പ്രത്യേകമായി എഴുതുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട്
എന്താ മനക്കണക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആ തരത്തിലേക്ക് വേണം നിങ്ങൾ പോകണം. ഇത് പിടികിട്ടിയ എല്ലാവർക്കും പിടികിട്ടിയ? യെസ്. ഇനി ശ്രദ്ധിച്ചേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നമ്മളെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേ 88 പ്ലസ് 72 പ്ലസ് 12 അല്ലേ? 88 അധികം 72 അധികം 12. ഇത് നിങ്ങൾക്ക് ഏതൊക്കെ രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ മനസ്സിൽ കൂട്ടിയാൽ അല്ലെ മനക്കണക്കായിട്ട് കൂട്ടിയാൽ പെട്ടെന്ന് കിട്ടും. ഏതൊക്കെ സംഖ്യ എന്ന് പറയാമോ? കുട്ടി പറഞ്ഞത് ശരിയാ. ഇതൊക്കെയാണ് 88ഉം 12ഉം. ശരിയാ. 88ഉം 12 കൂട്ടിയാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. എത്ര കിട്ടും? 100 കിട്ടും. ആ 100 കൂടെ 72 കൂട്ടിയാൽ എത്ര വരും? 172 അല്ലേ? 172 കിട്ടും. പിടികിട്ടിയോ? അപ്പൊ ഞാൻ എഴുതാൻ പോവാ 88. എനിക്കറിയാവുന്ന മനസ്സിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ ഏതൊക്കെയാ? 88 പ്ലസ് 12. അതിന്റെ കൂടെ എന്ത് ചെയ്യണം? 72 കൂടെ കൂട്ടണം. അപ്പൊ 88 പ്ലസ് ബ്രാക്കറ്റ് ഇടണം. അപ്പൊ എത്ര വരും? 100 പ്ലസ് 72 is equal to 172. 88 12 കൂട്ടിയാൽ 100, 100 കൂടെ 72 കൂട്ടിയാൽ 172. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അത്തരത്തിലേക്ക് പോയാൽ മതി. ഇപ്പൊ പറഞ്ഞു മനസ്സിലായോ? ആൾജിബ്ര എക്സ്പ്രഷൻ ബീജഗണിതം പഠിക്കേണ്ട കാര്യമില്ല. വളരെ മനക്കണക്കായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ആലോചിച്ചോ? ഏതൊക്കെ രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നു. ആ സംഖ്യ ബ്രാക്കറ്റ് ഇടുക, മൂന്നാമത്തെ സംഖ്യ ബ്രാക്കറ്റ് വെളിയിൽ ഇടുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ അത് ചെയ്യും. ഓക്കെ, പിടി കിട്ടിയ? അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 1/4 പ്ലസ് 1 3/4 പ്ലസ് 2. 1/4 quarter plus 1 3/4 1 3/4 plus 2. 1/4 എന്ന കാലാണ്. കാലിന്റെ കൂടെ എത്ര കൂടണം? 1/4. 1/4 എത്ര കൂടണം? 2 കൂടണം. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് സംഖ്യകൾ കൂട്ടിയേ. ഏതൊക്കെയായിരിക്കും? ഇത് രണ്ടു തന്നെ. 1 രൂപ 75 പൈസയുടെ കൂടെ, അതാണ് 1/4 എന്ന് പറയുന്നത്. അതിന്റെ കൂടെ കാല് കൂട്ടി എത്ര വരും? അല്ലെങ്കിൽ 25 പൈസ കൂട്ടി എത്ര വരും? 2 രൂപ 25 പൈസയുടെ കൂടെ 1 രൂപ 25 പൈസ കൂട്ടി എത്ര വരും? 2 രൂപ. അപ്പൊ 1/4 എന്ന് പറഞ്ഞാൽ 25 പൈസ കൂട്ടണം. 4 നിന്ന് 25 പൈസ കൂട്ടണം. 3/4 എന്ന് പറഞ്ഞാൽ 3/4. എന്താണ്? 4 3 3/4 എത്ര കൂട്ടണം? 75 പൈസ കൂട്ടണം. 1/2 2 അത് പകുതി, ഹാഫ് ആണ്. അതിനെ 50 പൈസ കൂട്ടിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ ഏതൊക്കെ രണ്ട് സംഖ്യ അടുത്തെഴുതണം? ശ്രദ്ധിച്ചിരിക്കുക. 1/4 പ്ലസ് 1 3/4. കാലിന്റെ കൂടെ 1/4 കൂട്ടിയാൽ 1 രൂപ 75 പൈസയുടെ കൂടെ 25 പൈസ കൂട്ടിയാൽ എത്ര വരും മക്കളെ? 2 രൂപ വരും. അതിന്റെ കൂടെ എത്ര കൂട്ടുക? 2 കൂടെ കൂട്ടുക. അപ്പൊ ഇത് കൂട്ടുമ്പോൾ എത്ര വരും? 2 + 2 = 4 കിട്ടും. കേട്ടോ? വളരെ ഈസി ആയിട്ട് ചെയ്യാം. 25 പൈസയുടെ കൂടെ 1 രൂപ 25 പൈസ കൂട്ടിയാൽ എത്രയായി? 2 രൂപ ആയി. ആ 2 രൂപ 2 കൂട്ടുമ്പോൾ എത്രയായി? 4 ആയി. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. മനക്കണക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി പേജ് നമ്പർ 14 ബാക്കി 3 പ്രോബ്ലം ഉണ്ട്. അതെല്ലാവരും ഹോംവർക്കായി ചെയ്യണം. ഹോംവർക്കായി ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ചെയ്തതിനു ശേഷം വീട്ടിൽ ഇരുന്ന് തനിയെ ചെയ്ത് എന്നിട്ട് സാറിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കണം. ബാക്കി 3 ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എത്രയും കാര്യം പഠിക്കില്ല എല്ലാവർക്കും? ഓക്കെ, നമ്മള് പേജ് നമ്പർ 42 43 പാഠപുസ്തകത്തിലെ 42 43 എന്ന പേജിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ കുറച്ച് പ്രവർത്തനങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തനിയെ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ആ 2 പേജിലെയും കൂടെ ക്വസ്റ്റ്യൻസ് മിക്സ് ചെയ്തിരിക്കുകയാണ്. നമ്മളിവിടെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ച നേരത്തെയുള്ള ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് അഥവാ ബീജഗണിത വാചകം ഉപയോഗിച്ചുകൊണ്ട് വേണം ഇത് മനക്കണക്കായിട്ട് ചെയ്യാൻ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നമ്മൾ അങ്ങനെ പഠിക്കാതെ നമുക്ക് വളരെ ഈസി ആയിട്ട്
ചെയ്യുന്ന തരത്തിലേക്കുള്ള മാർഗമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ അതെല്ലാവരും പഠിച്ചു വെക്കുക. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യും. നമുക്ക് ആ ആൾജിബ്ര എക്സ്പ്രഷൻസ് അഥവാ ആ ബീജഗണിത വാക്യങ്ങളൊക്കെ പഠിച്ചു വെക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് പോകാൻ നമുക്ക് മനക്കണക്കായിട്ട് വളരെ ഈസി വേയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആ തരത്തിലേക്കുള്ള ഇത് പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പഠിച്ച എല്ലാം എന്തായിരുന്നു? പ്ലസ് ആയി, അത് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ പ്ലസും മൈനസോടെ മിക്സ് ചെയ്ത് വന്നാൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ അതിന്റെ ഷോർട്ട് കട്ട് മെത്തേഡാണ് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കണേ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 135 മൈനസ് 73 മൈനസ് 27. ഇങ്ങനെ മൈനസും മൈനസും പ്ലസും മൈനസും ഇങ്ങനെ മിക്സ് ചെയ്ത് വന്നാൽ ഈ പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്, എളുപ്പമാർഗമാണ് സാർ പറയേണ്ടത്. ശ്രദ്ധിക്കണേ. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ശ്രദ്ധിക്കൂ. ഇവിടെ നോക്കിയേ, 135 മൈനസ് അത് അതേപോലെ എഴുതണം. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണോ അത് അതേപോലെ എഴുതണം. ശ്രദ്ധിക്കണേ. കം ടു ദ പോയിന്റ്. ഞാൻ ആ പോയിന്റിലേക്ക് വരികയാണ്. ഇപ്പൊ ഞാൻ ഈസി മെത്തേഡാണ് പറയുന്നത്. എന്റേതായ രീതിയിൽ ഞാൻ കണ്ടെത്തിയ ഒരു മെത്തേഡാണ് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ 135 മൈനസ് ആദ്യം നടക്കുന്ന സംഖ്യ ഏതാണോ അതിനോട് ഏത് ചിഹ്നമാണോ വന്നിരിക്കുന്നത് അത് അതേപോലെ എഴുതണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യത്തെ പിടികിട്ടിയ നോക്കി. ഇവിടെ രണ്ടാമത്തെ നോക്കിയേ, 37 മൈനസ് അത് അതേപോലെ എഴുതണം. 135 മൈനസ് അത് അതേപോലെ എഴുതണം. 38 മൈനസ് അത് അതേപോലെ. ആദ്യം കണക്ക് എന്താണ്? അത് അതേപോലെ എഴുതണം. ഇനി ശ്രദ്ധിക്കുക, ഈ ചിഹ്നം കഴിഞ്ഞു അടുത്ത ചിഹ്നത്തിലേക്ക് പോവുക. ശ്രദ്ധിക്കണം. ഞാൻ എന്റേതായ ഒരു എളുപ്പമാർഗം ഞാൻ പറയുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ആ ആൾജിബ്ര എക്സ്പ്രഷനോ ആ ബീജഗണിത വാക്യമോ ഒന്നും പഠിക്കണ്ട. ശ്രദ്ധിക്കുക. അപ്പൊ നോക്കിയേ, ഇത് അതേപോലെ എഴുതിയിട്ട് അടുത്ത ചിഹ്നം നിങ്ങൾ മക്കളെ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം. എത്ര പ്രാവശ്യമാണെന്ന് ഞാൻ പറയാം. നിങ്ങളത് ശ്രദ്ധിച്ച് അതിന്റെ കാര്യം കേൾക്കുന്നു. അതിനെയോ ഓക്കെ. അപ്പൊ നോക്കിയേ, ഇവിടെ എന്താണ് ചിഹ്നം പറഞ്ഞോളൂ. ആ മൈനസ് ആണ്. ആ മൈനസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രണ്ട് സംഖ്യ തമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടണം, പ്ലസ് ചെയ്യണം. ഞാൻ പറഞ്ഞ മനസ്സിലാവും. ഇവിടെ പ്ലസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? യെസ്, ആ രണ്ട് സംഖ്യ തമ്മിൽ മൈനസ് ചെയ്യണം. കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യാൻ പോവാ. ബ്രാക്കറ്റ് ഇട്ടു. ഈ ചിഹ്നം എന്താണ്? മൈനസ് ആണ്. അപ്പൊ അതെന്താക്കി മാറ്റണം? പ്ലസ് ആക്കി മാറ്റണം. അപ്പൊ എഴുതാം 73 പ്ലസ് 27. കണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. കണ്ടോ? ഓക്കെ, 135 മൈനസ് ഈ ബ്രാക്കറ്റിലെ കൂട്ടി പറ, മനക്കണക്കായിട്ട് കൂട്ടി പറ. എത്ര വരും? 100 വരും. 135 എന്ന 100 പോയാൽ എത്ര ഉണ്ട് ബാക്കി? 35. കണ്ടോ? എല്ലാവർക്കും ഒന്നും കൂടെ ഞാൻ പറയാം. ശ്രദ്ധിക്കണം പ്ലീസ്. പ്ലീസ് ശ്രദ്ധിക്കുക. ഓക്കെ, 135 മൈനസ് ഒന്നാമത്തെ സംഖ്യ കഴിഞ്ഞ് ഏത് ചിഹ്നമാണോ കിടക്കുന്നത് അത് അതേപോലെ എഴുതുക. ഒന്നാമത്തെ സ്റ്റെപ്പ് എല്ലാ കുട്ടികളും പഠിച്ചു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. അടുത്ത ചിഹ്നം പരിശോധിക്കുക. അടുത്ത ചിഹ്നം പരിശോധിക്കുമ്പോൾ മൈനസ് ആ കിടക്കുന്നെങ്കിൽ ആ രണ്ട് സംഖ്യകൾ തമ്മിൽ എന്ത് ചെയ്യണം മക്കളെ? കൂട്ടണം. ഈ അടുത്ത ചിഹ്നം പ്ലസ് ആ കിടക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ? ആ രണ്ട് സംഖ്യകൾ തമ്മിൽ കുറയ്ക്കണം. പഠിച്ചു വെച്ചോ? പഠിച്ചു വെച്ചോണോ? തന്നെ പഠിച്ചു വെച്ചോ? ആ രീതിയിലേക്ക് പോവുക. ഉണ്ടോ? അപ്പൊ ഞാൻ അവിടെ എല്ലാം പറഞ്ഞു നോക്കുന്നുണ്ടോ? y is greater than z. y വലുതാണ് z എന്ന് മൂന്ന് പ്രവർത്തനം പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ എന്തെഴുതാം? 73. അപ്പൊ സാറ് പറഞ്ഞതുപോലെ മൈനസ് ആണ് കിടക്കുന്നത്. എന്ത് ചെയ്യണം? ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടണം. 73 പ്ലസ് 27 എത്ര വരും? 100. 135 മൈനസ് 100 is equal to 35. പിടികിട്ടിയോ? എല്ലാവർക്കും പിടികിട്ടിയോ? യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ എല്ലാവരും എന്റെ കൂടെ പറയണം. ഓക്കേ, 37 മൈനസ് 1.5 സോറി 1.5 മൈനസ് ഹാഫ് 37 നിന്നും 1.5 37 മൈനസ് 1.5 മൈനസ് അര. ഇത് എങ്ങനെ ചെയ്യാം? സാർ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്ത് എല്ലാവരും. ഒന്നാമത്തെ സംഖ്യ ആരാണ്? 37 ആണ്. അതിനപ്പുറത്തെ ചിഹ്നമാണ് മൈനസ് ആണ്. അത് അതേപോലെ എഴുതി ഉണ്ടോ? അതേപോലെ എഴുതി സാർ 37 മൈനസ്. ഇനി ശ്രദ്ധിച്ചേ, ഈ കിടക്കുന്ന ചിഹ്നം എന്താണ്? മൈനസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ രണ്ട് സംഖ്യകൾ എന്ത് ചെയ്യണം മക്കളെ? കൂട്ടണം, പ്ലസ് ചെയ്യണം. അപ്പൊ എങ്ങനെ ബ്രാക്കറ്റ് ഇട്ടു? ഒന്ന് പറഞ്ഞേ, 1.5 പ്ലസ് അര. ഇവിടെ മൈനസ് വന്നതുകൊണ്ട് എന്താക്കി ചെയ്യണമെന്ന് സാർ പറഞ്ഞു? അടുത്ത സംഖ്യ എന്ത് ചെയ്യണം? കൂട്ടണം. അത് ബ്രാക്കറ്റ് ഇടണം. ഇനി പറഞ്ഞ മക്കളെ 37 മൈനസ് 1.5 കൂടെ അര കൂട്ടിയാൽ എത്ര വരും? 1 രൂപ 50 പൈസയുടെ കൂടെ 50 പൈസ കൂട്ടിയാൽ എത്ര വരും? 2 രൂപ. അപ്പൊ എത്ര കിട്ടി? 37 മൈനസ് 2 സമം എത്ര കിട്ടി? 35 എന്ന് കിട്ടി. 37 മൈനസ് 2 is equal to 35. എല്ലാവർക്കും പിടികിട്ടിയോ? നമ്മൾ ആൾജിബ്ര എക്സ്പ്രഷൻ അഥവാ ബീജഗണിതം പഠിക്കുന്ന കാര്യമുണ്ടോ? പഠിക്കാതെ തന്നെ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇതെല്ലാവരും പഠിച്ചു വെച്ചോളാം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രോബ്ലമാണ്. ഓക്കെ ആയോ? പറയണോ? വേണ്ടല്ലോ? യെസ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതുകയാണ്. നിങ്ങൾ തനിയെ പറയണം. നിങ്ങൾ തനിച്ചിരിക്കോ? പ്രശ്നമില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതുകയാണ്. 135 മൈനസ് 73 and plus 23. ഇതെങ്ങനെ ചെയ്യും? സാർ പറഞ്ഞതുപോലെ ചെയ്തു. 135 മൈനസ് അത് അതേപോലെ എഴുതി. ഓക്കെ, വെരി ഗുഡ്. 135 മൈനസ്. ഇനി ബ്രാക്കറ്റ് ഇട്ടു. ബ്രാക്കറ്റ് ഇട്ടു. ചിഹ്നം നോക്കി മക്കളെ. ഇവിടെ ചിഹ്നം മക്കളെ പ്ലസ്. ഇപ്പൊ പ്ലസ് വരുമ്പോൾ സാർ പറഞ്ഞാൽ എന്ത് ചെയ്യണം? പ്ലസ് വരുമ്പോൾ മൈനസ് ചെയ്യണം. ആ രണ്ട് സംഖ്യകൾ തമ്മിൽ കുറയ്ക്കണം. അത് മൈനസ് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ എങ്ങനെ? 73 മൈനസ് 23. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അപ്പൊ എങ്ങനെ? 135 മൈനസ് 73 നിന്ന് 23 കുറച്ചെടുത്ത് വരും. പറഞ്ഞോളൂ. 50 അല്ലെങ്കിൽ 50. ഇനി 135 നിന്ന് 50 കുറച്ച് എത്ര വരും? 85. 135 നിന്ന് 50 കുറച്ച് എത്ര വരും? 85. പിടികിട്ടി എല്ലാവർക്കും? ഒന്നുകൂടെ മനസ്സിലായോ? ഇത് അതേപോലെ എഴുതി. ഇനി എന്ത് ചെയ്യണം? അടുത്ത രണ്ട് ചിഹ്നം വരുമ്പോൾ അറിയാമല്ലോ. അടുത്ത ചിഹ്നം പ്ലസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക. അടുത്ത ചിഹ്നം മൈനസ് ആണെങ്കിൽ പ്ലസ് ചെയ്യുക. ഇങ്ങനെ ഓർത്തിരുന്നാൽ ഏത് പ്രോബ്ലം വന്നാലും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത. എല്ലാവർക്കും പിടികിട്ടിയോ? യെസ്. നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ കിടക്കുകയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. നാലാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. 38 മൈനസ് 8.5 പ്ലസ് ഹാഫ് 38 മൈനസ് 8.5 പ്ലസ് അര. ഒന്ന് തനിയെ പറഞ്ഞേ പ്ലീസ്. ഒന്ന് പറയൂ എല്ലാവരും ഒരു സ്ഥലത്ത് പറഞ്ഞേ. നിങ്ങളുടെ 38 മൈനസ് ആദ്യം കിടക്കുന്ന സംഖ്യയിലാണ് 38 ആണ്. അത് കഴിഞ്ഞുള്ള ചിഹ്നം എന്താണ്? മൈനസ് ആണ്. അതേപോലെ എഴുതി. എന്തെളുപ്പമാണ് നോക്കിയേ. ഇനി ബ്രാക്കറ്റ് ഇട്ടു. ഇനി അടുത്ത ചിഹ്നം നോക്കിയേ. അടുത്ത ചിഹ്നം എന്താണ് മക്കളെ? പ്ലസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പൊ എഴുതാം 8.5 മൈനസ് ഹാഫ് 8.5 മൈനസ് പറഞ്ഞോളൂ അര. അപ്പൊ എഴുതാം 38 മൈനസ് 8 അര പോയാൽ 8 രൂപ 50 പൈസയിൽ നിന്നും 50 പൈസ പോയാൽ ബാക്കി എത്ര വരും? 8 വരും. അങ്ങനെയാണെങ്കിൽ 38 മൈനസ് 8 is equal to 8. Without pen and paper നമുക്ക് എന്ത് കിട്ടി? കണക്കിന്റെ ആൻസർ കിട്ടി. മനക്കണക്കായിട്ട് കിട്ടി. ഈസി മെത്തേഡ് നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഇങ്ങനെ വേണം ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ ചെയ്യാൻ. പേജ് നമ്പർ 42 43 ഞാൻ ചെയ്തതിന്റെ ബാക്കി പ്രവർത്തനങ്ങളുണ്ട്. അതെല്ലാവരും ഇതേപോലെ ചെയ്ത്
നമ്പറിലേക്ക് അയക്കുകയും ചെയ്യണം. അങ്ങനെ പഠിച്ചേ പറ്റൂ. എല്ലാം ഞാൻ ചെയ്ത് എന്റെ കണ്ടെടുത്തിട്ട് യാതൊരു പ്രയോജനമില്ല. ഞാൻ അതിനകത്ത് കുറച്ച് പ്രോബ്ലം ചെയ്യിപ്പിക്കും, ബാക്കി നിങ്ങൾ തനിയെ ചെയ്യണം. പേജ് നമ്പർ 42-43 ഞാൻ ചെയ്തത് കൂടാതെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഹോംവർക്കായി ചെയ്തുകൊണ്ട് വരണം. ഇനി ഒരൊറ്റ ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷനുകൾ പഠിക്കാൻ ഗുണഫലമായി വരുന്ന പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് കൂടെ ഉള്ളൂ. അതോടുകൂടി ആ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പഠിപ്പിച്ച 4 ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനക്കണക്കായിട്ട് നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും പഠിച്ചത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ആ ആൾജിബ്രായിക് എക്സ്പ്രഷനോ ആ ബീജഗണിത വാചകമോ നമ്മൾ പഠിക്കാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഷോർട്ട് കട്ട് മെത്തേഡ് കുറുക്ക് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഒന്നും കൂടി സാർ ഓർമ്മപ്പെടുത്തുകയാണ്. എന്ത് ചെയ്യണം? ആദ്യം കിടക്കുന്ന സംഖ്യ ഏതാണോ അത് അതേപോലെ എഴുതണം. അതിന്റെ വഴി വരുന്ന ആ ചിഹ്നം ഏതാണോ അത് അതേപോലെ എഴുതുക. അത് യാതൊരു മാറ്റമില്ല. പിന്നീട് വരുന്ന ചിഹ്നം പ്ലസ് ആണെങ്കിൽ അത് മൈനസ് ആക്കി ചെയ്യുകയും പിന്നീട് വരുന്ന ചിഹ്നം മൈനസ് ആണെങ്കിൽ അത് പ്ലസ് ആക്കി ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കിട്ടും. ഇത്തരത്തിലുള്ള ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ എന്റെ കുഞ്ഞുങ്ങള് നിങ്ങൾ ചെയ്തിട്ട് എന്റെ നമ്പറിലേക്ക് അയക്കണം. ഓക്കെ, ഇത്രയും കാര്യം പിടികിട്ടിയല്ലോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. ഓക്കെ, യെസ്.